ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് ഞാനൊരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എളുപ്പത്തിൽ സുഗമമായി ഒഴുകുന്നത് പോലെ തോന്നിയാലോ? ശരിയായ ആളുകൾ ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അവസരങ്ങൾ യാതൊരു പോരാട്ടവുമില്ലാതെ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നു. നിങ്ങളുടെ ശരീരം ലഘുവായിട്ട്, മനസ്സ് നല്ലതുപോലെ തെളിഞ്ഞ്, ഹൃദയം ശാന്തമായി തോന്നുന്നു. ഇതൊക്കെ ഒരു സ്വപ്നമോ യാദൃശികമോ അല്ല. ഇതാണ് നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഊർജത്തിൻ്റെ തരംഗം. ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയും ഓരോ ജീവനും ഒരു പ്രത്യേക താളത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശ്വസിക്കുന്ന വായുവാകട്ടെ, മരത്തിലെ ഇലകളാകട്ടെ, അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളാകട്ടെ, അതുപോലെ നമ്മളും നിരന്തരം വൈബ്രേറ്റ് ചെയ്യുന്ന അഥവാ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഊർജ്ജരൂപങ്ങളാണ്. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഇവയെല്ലാം ഒരുതരം ഊർജ്ജ തരംഗങ്ങൾ അഥവാ ഫ്രീക്വൻസികൾ പുറത്തുവിടുന്നുണ്ട്. ഈ ഫ്രീക്വൻസികൾ പ്രപഞ്ചത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുതരം അദൃശ്യ ഭാഷ പോലെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ഊർജമാണോ പുറത്തുവിടുന്നത് അത് തന്നെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. 1 കൊടുത്താൽ 10 തിരിച്ചു കിട്ടും എന്ന് പറയുമ്പോൾ അതിനൊരു ആത്മീയ മാനം കൂടിയുണ്ട്. നിങ്ങൾ നല്ല ഊർജം കൊടുത്താൽ നല്ലത് തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ പലരും മനസ്സിലാകാത്ത ഒരു വലിയ രഹസ്യം ഇതാണ്. ഒരു നിമിഷത്തേക്ക് മാത്രം നമ്മുടെ വൈബ്രേഷൻ ഉയർത്തിയാൽ മതിയോ? പോരാ. അത് നിലനിൽക്കുന്ന ഒരു മാറ്റമായി മാറണമെങ്കിൽ ആ ഉയർന്ന വൈബ്രേഷൻ സ്ഥിരമായി നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പുറമേയുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളെക്കുറിച്ചോ ഓർത്ത് നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്താതെ, നമ്മുടെ യഥാർത്ഥ ശക്തിയിൽ നിന്ന് നമ്മളെ തന്നെ വിച്ഛേദിക്കാതെ ആ ഉയർന്ന നില നമുക്ക് നിലനിർത്താൻ കഴിയണം. ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അതാണ്. കൂട്ടുകാരെ, നമ്മുടെ ബോധം ഉണർത്താനും ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വ്യക്തമായി പ്രകടമാക്കാനും, അതായത് മാനിഫെസ്റ്റ് ചെയ്യാനും, നമ്മുടെ ആന്തരികമായ ആത്മീയ കേന്ദ്രത്തിൽ നിന്ന് ഒരു യഥാർത്ഥ ജീവിതം നയിക്കാനും ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുന്നത് സാധ്യം മാത്രമല്ല, അത് അത്യാവശ്യമാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കും. ഇവിടെ ഒരു തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട് കേട്ടോ. വൈബ്രേഷൻ ഉയർത്തുക എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും നമ്മൾ ചിരിച്ച മുഖമായിട്ട് നടക്കുക എന്നോ, അല്ലെങ്കിൽ വ്യാജ സന്തോഷം, അതായത് ഫേക്കായിട്ടുള്ള സന്തോഷം നടിക്കുക എന്നോ, ദുഃഖങ്ങളെ ഒഴിവാക്കുക എന്നോ അർത്ഥമില്ല കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ വിഷമകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ പോലും നമ്മുടെ ഉള്ളിലൊരു സത്യസന്ധമായ, സമചിത്തതയോടെയുള്ള ഒരുതരം ആന്തരിക ഫ്രീക്വൻസി നിലനിർത്തുക എന്നതാണ് ഇവിടെ പ്രധാനം. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കൊടുങ്കാറ്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഉള്ളിൽ ഒരു വിളക്ക് കെടാതെ സൂക്ഷിക്കുന്നത് പോലെ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായിരിക്കും. വൈബ്രേഷൻ്റെ പുരാതന വേരുകളിലേക്ക്, അതായത് ആത്മീയ പാരമ്പര്യങ്ങളിൽ വൈബ്രേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിലേക്ക് ഞാനിതിൽ പറയുന്നുണ്ട്. നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളിൽ ഈ വൈബ്രേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫ്രീക്വൻസിയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ മറികടക്കാമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ ഉയർന്ന ഊർജ്ജനില ഒട്ടും മങ്ങലേൽക്കാതെ എങ്ങനെ നിലനിർത്താമെന്ന് സഹായിക്കുന്ന ചില പ്രായോഗിക കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പഠിക്കും. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തേക്കാൾ വലുതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ കഥകളേക്കാൾ വലുതാണ്. നിങ്ങളുടെ ക്ഷണികമായ വികാരങ്ങളേക്കാൾ വലുതാണ് എന്ന് ഓർക്കാൻ തയ്യാറാകുക. നിങ്ങൾ ചലിക്കുന്ന ഒരു വൈബ്രേഷനാണ്. ഒരു ഊർജ മാസ്റ്ററെ പോലെ ആ വൈബ്രേഷനെ എങ്ങനെ ഉയർത്താമെന്നും നിലനിർത്താമെന്നും ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ പുതിയ ലോകത്തേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൈബ്രേഷൻ്റെ പുരാതന ജ്ഞാനം എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വൈബ്രേഷൻ എന്നത് പുതിയൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. ഇത് പുരാതന ജ്ഞാനികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ടെത്തിയൊരു സാർവത്രിക നിയമമാണ്. പുരാതന ഈജിപ്തിലെ ഹെർമിറ്റ് തത്വശാസ്ത്രം മുതൽ
ഇന്ത്യയിലെ യോഗസൂത്രങ്ങൾ വരെ എല്ലാം വൈബ്രേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ദി കൈബലിയൻ എന്ന പുരാതന ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ മഹത്തായ നിയമം ഇങ്ങനെ പറയുന്നു: ഒന്നും നിശ്ചലമല്ല, എല്ലാം ചലിക്കുന്നു, എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ ലളിതമായ വാക്കുകൾ ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. പ്രപഞ്ചത്തിന്റെ ഹൃദയമിടിപ്പാണ് വൈബ്രേഷൻ. വസ്തുക്കൾ, ചിന്തകൾ, വികാരങ്ങൾ, ആത്മാവ് എല്ലാം ഒരു പ്രത്യേക തരംഗത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ തരംഗം ആ വസ്തുവിന്റെ സ്വഭാവം നിർണ്ണയിക്കുകയും അത് എന്തിനോടൊക്കെ ബന്ധപ്പെടുന്നു എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഭാരതത്തിലെ വേദ പാരമ്പര്യത്തിൽ ഇതിനെ സ്പന്ദം അഥവാ പവിത്രമായ സ്പന്ദനം എന്നാണ് വിളിക്കുന്നത്. ഈ കാഴ്ചപ്പാടിൽ നമ്മുടെ ഈശ്വര ചൈതന്യം, അത് ശിവനായാലും ബ്രഹ്മാവായാലും നിശ്ചലമായ ഒന്നല്ല, മറിച്ച് എല്ലാം ജീവനിലൂടെയും തുടർച്ചയായി സ്പന്ദിക്കുന്ന ഊർജത്തിൻ്റെ അനശ്വരമായ നൃത്തമാണ്. പ്രപഞ്ചം ഒരു നിർജീവമായ യന്ത്രമല്ല, മറിച്ച് ജീവനുള്ള ഒരു സിംഫണിയാണ്. അതിലെ ഓരോ മനുഷ്യനും ആ സംഗീതത്തിലെ ഒരു പ്രത്യേക സ്വരം പോലെയാണ്. നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഈ പ്രപഞ്ചം ഒരു പൂർണ്ണ ഗാനമായി മാറുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് വൈബ്രേഷൻ്റെ പുരാതന ജ്ഞാനത്തെക്കുറിച്ചാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോറായിട്ട് തോന്നുമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയുന്നത്. ഞാൻ വൈബ്രേഷൻ്റെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കിത് ബോറാണെങ്കിൽ ആ വീഡിയോ പോയി കാണാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കി പറയാം. ഈ ജ്ഞാനങ്ങളൊക്കെ നൂറ്റാണ്ടുകളായിട്ട് രഹസ്യമായിട്ട് ആചാരങ്ങളിലൂടെ സംരക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇന്നത്തെ കാലത്ത് ക്വാണ്ടം ഫിസിക്സ് ഈ പുരാതന ജ്ഞാനത്തെ ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വസ്തുക്കൾ എന്ന് പറയുന്നത് ഖരമല്ല, എല്ലാം ചലിക്കുന്ന കണങ്ങളാണ്. വൈബ്രേഷനാണ് യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് വൈബ്രേഷൻ്റെ പുരാതന ജ്ഞാനത്തെ കുറിച്ചാണ്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ വെറും ഒരു നിശ്ചലമായ വസ്തുവല്ല എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലമോ നിങ്ങളുടെ ചിന്തകളോ നിങ്ങളുടെ വികാരങ്ങളോ ഒന്നും അല്ല. നിങ്ങൾ നിരന്തരമായ ചലനത്തിലുള്ള ഒരു ഫ്രീക്വൻസിയാണെന്ന്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്നോ, ആ ഫ്രീക്വൻസി നിങ്ങൾക്ക് ക്രമീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ജീവിതം, അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ചില ആളുകൾ ഒരു മുറിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആ മുറിയിൽ ഒരുതരം സമാധാനവും നല്ലൊരു ഊർജവും നിറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലർ ഒരു വാക്ക് പോലും പറയാതെ അവരുടെ സാന്നിധ്യം ഒരുതരം ഭാരമായി തോന്നുന്നത്, അതാണ് വൈബ്രേഷൻ. ഇത് വ്യാജമായി ഉണ്ടാക്കാൻ കഴിയില്ല, അഭിനയിച്ച് കാണിക്കാനും കഴിയില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ഉയർത്താൻ കഴിയും. ഇവിടെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ വെല്ലുവിളി നിലനിൽക്കുന്നത്. മിക്ക ആളുകളും വൈകാരികമായി ഉയർച്ച താഴ്ചകളിൽ ചാഞ്ചാടുന്നു, ബാഹ്യ ഘടകങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ കാലത്തെ മഹാഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഒരു ഉയർന്ന വൈബ്രേഷൻ ഉറപ്പിക്കാനും അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു സ്ഥിരം ഭാഗമാക്കാനും സാധിക്കുമെന്നാണ്. എങ്ങനെയാണിത് സാധിക്കുന്നത്? പെട്ടെന്നുള്ള ഒരു പരിഹാരത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു നിമിഷം മാത്രം നിലനിൽക്കുന്ന ഒരു പോസിറ്റീവ് ചിന്തയിലൂടെയോ അല്ല ഇത് സാധിക്കുന്നത്. മറിച്ച് ഒരു ആഴത്തിലുള്ള ആന്തരിക പരിവർത്തനത്തിലൂടെയാണത് സംഭവിക്കുന്നത്. അവിടെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന ശക്തിയായിട്ട് മാറുകയും നിങ്ങളുടെ മനസ്സും ശരീരവും വികാരങ്ങളും ആത്മാവിനെ പിന്തുടരുകയും ചെയ്യും. ഈ അറിവ് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഫ്രീക്വൻസി നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ മാത്രമല്ല മാറുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യം പോലും മാറി മറിയും. അതാണ് ഈ വൈബ്രേഷൻ്റെ മാന്ത്രികത. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ വൈബ്രേഷൻ എന്താണ്, അതിനെ എങ്ങനെ ഉയർത്താമെന്നാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ശാശ്വതമായിട്ട് ഉയർത്താൻ അതെന്താണെന്നും എങ്ങനെയാണത് രൂപപ്പെടുന്നതെന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളുടെ വൈബ്രേഷൻ എന്നത് നിങ്ങൾ ഇപ്പോൾ ആരായിരുന്നു എന്നതിൻ്റെ ആകെത്തുകയാണ്. നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ശീലങ്ങൾ, ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു.
ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നിങ്ങളൊരു റേഡിയോ സ്റ്റേഷനാണെന്ന് സങ്കല്പിക്കുക. ഓരോ ചിന്തയും ഓരോ വികാരവും ഓരോ വാക്കും നിങ്ങളെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുന്നു. ചില ഫ്രീക്വൻസികൾ ശാന്തവും ശുദ്ധവും ഉയർന്നതുമാണ്. മറ്റു ചിലതാവട്ടെ താറുമാറായതും ഭാരമുള്ളതും ക്രമരഹിതവുമാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ചുരുങ്ങിയ സമയത്തേക്ക് മാത്രം ഉയർത്തുന്നതിനല്ല കാര്യം, മറിച്ച് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയെ നിങ്ങളുടെ പുതിയ സാധാരണ നിലയായി നിലനിർത്താൻ പഠിക്കുക എന്നതാണ് ഇവിടെ പ്രധാനം. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ചിന്തകളും യാഥാർത്ഥ്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നത്. അതിന് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു സംഭവത്തിലൂടെ 2 പേർ കടന്നു പോകുമ്പോൾ ഒരേ സംഭവം അവർ തികച്ചും വ്യത്യസ്തമായ രീതികളിൽ പ്രതികരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരാൾ പരിഭ്രാന്തനാകാം, ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ നിരാശനാകാം. എന്നാൽ മറ്റൊരാൾ ശാന്തനായിട്ട് സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വ്യക്തതയോടെ പ്രവർത്തിച്ചേക്കാം. ആരാണ് ഇവിടെ ഉയർന്ന വൈബ്രേഷനിൽ നിലനിൽക്കുന്നത്? ചിന്തകളല്ല ഇവിടെ പ്രധാനം, മറിച്ച് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ മനസ്സ് നിരന്തരം വിധി തീർപ്പുകൾ, ഭയം, വിമർശനം അല്ലെങ്കിൽ താരതമ്യം എന്നിവയിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു താഴ്ന്ന വൈബ്രേഷനിലാണ് കുടുങ്ങിയിരിക്കുന്നത്. നിങ്ങൾ ധ്യാനിക്കുകയോ നല്ലത് അനുഭവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താലും ഇത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ഉൾക്കാഴ്ചയുമായിട്ട്, അതായത് അവെയർനെസ്സുമായിട്ട് യോജിക്കുമ്പോഴാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നത്. നിങ്ങൾ സ്വയമേ പ്രതികരിക്കുന്നത് നിർത്തി ലോകത്തെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യം വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ബോധവുമായിട്ട് ഒത്തുചേർക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനുള്ള ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യമാണ് വികാരങ്ങളുടെ സ്ഥിരത. വികാരങ്ങളെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുക എന്നതല്ല അതിനർത്ഥം, മറിച്ച് അവയെ എപ്പോഴും നിങ്ങളെ നിർവചിക്കാൻ അനുവദിക്കരുത് എന്നതാണ് പ്രധാനം. നിങ്ങൾക്ക് സങ്കടം, ദേഷ്യം, ഉത്കണ്ഠ എന്നിവയൊക്കെ അനുഭവിക്കാം. അവ തികച്ചും സ്വാഭാവികമായ വികാരങ്ങളാണ് കേട്ടോ. എന്നാൽ അവ നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിരം അവസ്ഥയായി മാറുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ താഴ്ന്നു നിൽക്കും. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ്. വെറുപ്പിനേക്കാളും കുറ്റബോധത്തിനേക്കാളും വളരെ ഉയർന്ന ഫ്രീക്വൻസി ഉണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന്. കഠിനമായ സമയങ്ങളിൽ പോലും ഉയർന്ന വികാരങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് സ്വയം പരിശീലിപ്പിക്കാൻ കഴിയും. ക്ഷണികമായ വികാരങ്ങളല്ല, കാലക്രമേണ നിങ്ങൾ നിലനിർത്തുന്ന വികാരമാണ് പ്രധാനം. അതാണ് പ്രപഞ്ചത്തിന് നിങ്ങളുടെ യഥാർത്ഥ വൈബ്രേഷൻ കാണിച്ചു കൊടുക്കുന്നത്. ഇക്കാര്യം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വികാരങ്ങൾ മോശമല്ല. ദുഃഖം, ദേഷ്യം, ഭയം ഇവയെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ സ്ഥിരമായ അവസ്ഥയാക്കരുത് എന്നാണ്. നന്ദി, സ്നേഹം, സമാധാനം ഇവ ഉയർന്ന വൈബ്രേഷൻ്റെ വികാരങ്ങളാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വൈബ്രേഷനെ നിർണ്ണയിക്കുന്നത് നിങ്ങൾ ഏത് വികാരത്തിൽ കൂടുതൽ സമയം ചെലവിടുന്നു എന്നതാണ്. ഇനി വൈബ്രേഷൻ ഉയർത്താനുള്ള മൂന്നാമത്തെ കാര്യമാണ് വർത്തമാന നിമിഷവുമായുള്ള നിങ്ങളുടെ ബന്ധം. നിങ്ങളുടെ ഏറ്റവും ഉയർന്ന വൈബ്രേഷനിലേക്കുള്ള കവാടമാണ് വർത്തമാന നിമിഷം, അതായത് ഈ നിമിഷം. നിങ്ങൾ പൂർണ്ണമായും ഇപ്പോഴാണെങ്കിൽ പ്രതിരോധമോ പ്രതീക്ഷയോ വിധിയോ ഇല്ലാതെ നിങ്ങളുടെ ഊർജം യോജിപ്പിലാകും. യഥാർത്ഥ സമാധാനം, പൂർണ്ണത, നിങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റിയുമായിട്ടുള്ള ബന്ധം എന്നിവ അനുഭവിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം ഈ നിമിഷമാണ്. ഭൂതകാലത്തിൽ കുടുങ്ങി, കഴിഞ്ഞ കാലത്തെ ഓർമ്മകളിൽ മുഴുകി, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഭയന്ന് ജീവിക്കുന്ന ആളുകൾക്ക് അസ്ഥിരമായ ഫ്രീക്വൻസികളാണ് ഉണ്ടാകുന്നത്. അവരുടെ ഊർജം ചിതറിപ്പോവുകയും മലിനമാവുകയും ചെയ്യുന്നു. ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് ഒരു ആത്മീയ പരിശീലനം മാത്രമല്ല, നിങ്ങളുടെ ഊർജം ശുദ്ധമാക്കി നിലനിർത്താനുള്ളൊരു താക്കോല് കൂടിയാണ്. മൂന്നാമത്തെ കാര്യം, വർത്തമാന നിമിഷവുമായുള്ള നിങ്ങളുടെ ബന്ധം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നാലാമത്തെ വഴിയാണ് ആന്തരികമായ യോജിപ്പ്. ഉയർന്നതും ദീർഘകാലം നിലനിൽക്കുന്നതുമായ വൈബ്രേഷൻ്റെ ഏറ്റവും ശക്തമായ തൂണുകളിൽ ഒന്നാണിത്.
നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും പരസ്പരം യോജിപ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം ദൃഢവും തിളക്കമുള്ളതും ആകർഷകവുമാകുന്നു. ഒരു പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ദുർബലമാകും. നിങ്ങൾക്ക് ഞാൻ പ്രകാശമാണ് എന്ന് പറയാം, പക്ഷേ ഭയത്തിൽ ജീവിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് സ്നേഹത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടാം, പക്ഷേ കുറ്റബോധത്തിൽ നിന്നോ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നോ പ്രവർത്തിക്കുകയും ചെയ്യാം. പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളോട് പ്രതികരിക്കുന്നില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണോ അതിനോടാണ് പ്രപഞ്ചം പ്രതികരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന സത്യമുണ്ട്. നിങ്ങളുടെ വൈബ്രേഷൻ വെറും അഫർമേഷൻ കൊണ്ടൊന്നും ഉയരുകയില്ല. ഉയർന്ന വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് അത് ഉയരുന്നത്. ആദ്യം നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നത് എളുപ്പമായി തോന്നിയേക്കാം. നിങ്ങൾ ധ്യാനിക്കുന്നു, ചില നല്ല ചിന്തകൾ മനസ്സിൽ ഉറപ്പിക്കുന്നു, പ്രകൃതിയുമായി ബന്ധപ്പെടുന്നു, നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് അനുഭവപ്പെടും. എന്നാൽ യഥാർത്ഥ വെല്ലുവിളി നിങ്ങളെ താഴ്ന്ന വൈബ്രേഷനുകളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്ന ഈ ലോകത്ത് ആ ഉയർന്ന ഫ്രീക്വൻസി നിലനിർത്തുക എന്നതാണ്. ഇത് നമ്മളെ ആത്മീയ ഉണർവിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. ബോധപൂർവമായ വൈബ്രേഷനിൽ വൈദഗ്ധ്യം നേടുക. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് ആ ഫ്രീക്വൻസി എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതാണ്. അതിലൊന്നാമത്തേത് നിങ്ങളുടെ ചിന്തകളും യാഥാർത്ഥ്യത്തെ നിങ്ങളെങ്ങനെ കാണുന്നു എന്നതുമാണ്. രണ്ടാമത്തേത് വികാരങ്ങളുടെ സ്ഥിരതയാണ്. മൂന്നാമത്തേത് വർത്തമാന നിമിഷവുമായുള്ള നിങ്ങളുടെ ബന്ധം. നാലാമത്തേത് ആന്തരികമായ യോജിപ്പ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തിലെ വെല്ലുവിളികൾ. അവ വൈബ്രേഷൻ ഉയർത്താനുള്ള അവസരങ്ങളാണ് എന്നതാണ്. പ്രപഞ്ചം ഒരു കണ്ണാടി പോലെയാണ്. പക്ഷെ അത് വെറും നിശ്ചലമായ ഒരു കണ്ണാടിയല്ല, മറിച്ച് നിങ്ങളുടെ ആന്തരികാവസ്ഥയെ ചലനാത്മകമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. ഇനിയാണ് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം. നിങ്ങൾ ഉയർന്ന വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അത് നിങ്ങളെ പരീക്ഷിക്കാൻ തുടങ്ങും. ചില സാഹചര്യങ്ങൾ, ചില ആളുകൾ, അല്ലെങ്കിൽ ചില ചിന്തകൾ എന്നിവ നിങ്ങളെ താഴേക്ക് വലിച്ചിടാൻ ശ്രമിച്ചേക്കാം. ഇത് ശിക്ഷയല്ല, മറിച്ച് നിങ്ങൾക്കായുള്ള പരിശീലനമാണ് കൂട്ടുകാരെ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടത് ഈ ഒരു കാര്യത്തിലാണ്. ഒരു നിമിഷം നല്ല വ്യക്തതയും സന്തോഷവും അനുഭവിച്ചതിന് ശേഷം ഒരു വൈകാരികമായ വെല്ലുവിളി പെട്ടെന്ന് ഉയർന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങളുടെ ഉയർന്ന ഊർജം മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു എന്നതാണിത്. പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഉപരിതലത്തിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്: പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷനിൽ ഉറച്ചു നിൽക്കുക എന്നത്. നിങ്ങൾക്ക് ആദ്യമുണ്ടാകുന്ന തടസ്സം ഊർജപരമായ തളർച്ചയായിരിക്കും. അതായത് നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാകുന്ന ഒരു തളർച്ചയായിരിക്കും. അത് പരാജയമൊന്നുമല്ല, നിങ്ങളുടെ ആന്തരിക സംവിധാനം സ്വയം പുനഃസംഘടിപ്പിക്കുകയാണ്. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് മെൻ്റൽ നോയ്സാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ സംസ്കാരത്തിലുള്ള ഭയം, താരതമ്യം, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടൽ എന്നിവയിൽ നിന്നും വളരുന്ന ഒന്നാണ്. അത്തരമൊരു ലോകത്ത് ഉയർന്ന് വൈബ്രേറ്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ശാന്തമായ വിപ്ലവം തന്നെ ആവശ്യമാണ്. എല്ലാവരുടെയും അംഗീകാരമോ നിങ്ങളെ മനസ്സിലാക്കാനോ അവർ തയ്യാറാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയോ അവഗണിക്കുകയോ ചെയ്തേക്കാം, പക്ഷേ ആ നിശബ്ദതയിൽ നിങ്ങളുടെ ശക്തി വളരുന്നു. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കണമെന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാതാകുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകുന്നു. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു കെണി കൂടിയുണ്ട്. അതായത് സ്പിരിച്വൽ ഈഗോ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ. ഉയർന്ന വൈബ്രേഷനെ ശ്രേഷ്ഠതയായിട്ട് പറയുന്നവരുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ താരതമ്യത്തിലൂടെയുള്ള അംഗീകാരം നേടുന്നത് യഥാർത്ഥത്തിൽ വൈബ്രേഷനിൽ ഒരു കുറവായിട്ടാണ് ഞാൻ കരുതുന്നത്. ഓർക്കുക, ആത്മാവ് മത്സരിക്കുന്നില്ല. അത് ലളിതമായി വൈബ്രേറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ അവസ്ഥ എത്ര ഉയർന്നതാണോ അത്രയധികം എളിമയും ദയയും ശാന്തമായ ശക്തിയും നിങ്ങൾ ഉൾക്കൊള്ളണം. ഉയർന്ന വൈബ്രേഷൻ നിലനിർത്തുക എന്നതിനർത്ഥം മനുഷ്യ സഹജമായ വികാരങ്ങളെ ഒഴിവാക്കുക എന്നല്ല.
അതിനർത്ഥം അവയാൽ നിയന്ത്രിക്കപ്പെടാതിരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കാം, അതിൽ മുങ്ങിപ്പോകാതെ. നിങ്ങൾക്ക് ഭയത്തെ നേരിടാം, നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടാതെ. നിങ്ങളുടെ നിഴലിനെ അംഗീകരിക്കാം, അത് നിങ്ങളുടെ വെളിച്ചത്തെ ഇരുട്ടിലാക്കാൻ അനുവദിക്കാതെ. ഇവിടെയാണ് ബോധപൂർവമായ ആത്മനിരീക്ഷണം വേണ്ടത്. നിങ്ങൾ സ്വയം ചോദിക്കുക, ഈ ചിന്ത എന്നെ ഉയർത്തുകയാണോ അതോ താഴ്ത്തുകയാണോ എന്ന്. ഈ വികാരം എന്നെ മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുകയാണോ അതോ ഒറ്റപ്പെടുത്തുകയാണോ എന്ന്. ശരിക്കും നിങ്ങളുടെ വൈബ്രേഷനോട് സത്യസന്ധമായിരിക്കുക എന്നതാണ്. ഓരോ നിമിഷത്തിലും സ്വയം സത്യസന്ധനായിരിക്കുക. അത് അസ്വാസ്ഥ്യകരമാണെങ്കിൽ പോലും, കാരണം സ്നേഹത്തോടെ മുറുകെ പിടിക്കുന്ന ആ സത്യം സ്വാഭാവികമായി നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയല്ല, മറിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിത്വത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഇവരെ പറഞ്ഞത് ജീവിതത്തിലെ വെല്ലുവിളികൾ അവ വൈബ്രേഷനെ ഉയർത്താൻ സഹായിക്കുമെന്നാണ്. ഇനി നിങ്ങളുടെ വൈബ്രേഷനെ ഉയർത്താനുള്ള 7 കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അവസാനമായി ഏറ്റവും ശക്തമായ ഘടകം സമർപ്പണമാണ് കേട്ടോ. നിങ്ങൾ പോരാടുന്നത്, അതായത് നിർബന്ധിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ ഊർജം തുറക്കുന്നു. ഉയർന്ന വൈബ്രേഷൻ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടുന്ന ഒന്നല്ല, അത് നിങ്ങൾ അനുവദിക്കുന്ന ഒന്നാണ്. നിങ്ങൾ ജീവിതത്തിന്റെ ഒഴുക്കുമായി യോജിക്കുമ്പോൾ, അദൃശ്യമായതിനെ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ഒരു ഉയർന്ന ശക്തിയാൽ പിന്തുണയ്ക്കപ്പെടുന്നു എന്ന് അറിയുമ്പോഴാണ് അത് ഉയരുന്നത്. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. അത് അവിടെ നിലനിർത്തുന്നത് വൈദഗ്ധ്യത്തിന്റെ പ്രവൃത്തിയാണ്. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നത് ഒരു തവണയോ ഇടയ്ക്കിടയ്ക്കോ സംഭവിക്കുന്ന ഒന്നല്ല. അതൊരു ദൈനംദിന പരിശീലനമാണ്. ഓരോ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. യഥാർത്ഥ ആത്മീയത അളക്കുന്നത് നിങ്ങൾ എത്ര പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നോ എത്ര ആചാരങ്ങൾ അറിയണമെന്നോ ഒന്നുമല്ല, മറിച്ച് ഓരോ ദിവസവും എത്ര ബോധപൂർവം ജീവിക്കുന്നു എന്നതിലാണ്. ഇനി നിങ്ങൾ ഇവയോട് പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ നിങ്ങളുടെ ഊർജത്തെ ആഴത്തിൽ രൂപപ്പെടുത്താനും ഉയർന്ന വൈബ്രേഷൻ ദീർഘകാലം നിലനിർത്താനും സഹായിക്കുന്ന 7 കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഉദ്ദേശത്തോടെ ഉണരുക എന്നത്. നിങ്ങളുടെ ദിവസം ചുറ്റുമുള്ള കാര്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ആരംഭിക്കരുത്. ഫോൺ പരിശോധിക്കുന്നതിന് മുൻപോ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപോ ഒരു നിമിഷം സ്വയം ബന്ധപ്പെടാൻ സമയം കണ്ടെത്തുക. കണ്ണുകൾ അടച്ച് ആഴത്തിൽ ശ്വാസമെടുത്ത് സ്വയം ചോദിക്കുക, ഇന്ന് എന്ത് ഊർജം കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? ഇത് നിങ്ങളുടെ വൈബ്രേഷന് തുടക്കം കുറിക്കുന്നു. അതിനാൽ പുറത്തെന്ത് സംഭവിച്ചാലും ഉള്ളിൽ എങ്ങനെ തോന്നണമെന്ന് നിങ്ങൾ ഇതിനകം തീരുമാനിച്ചിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒന്നാമത്തെ വഴി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനൊന്ന് സിമ്പിളായിട്ട് ഒന്നുകൂടി പറയാം. നിങ്ങളുടെ ദിവസം ഉദ്ദേശത്തോടെ തുടങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോൺ എടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങളോട് തന്നെ ബന്ധപ്പെടുക. കണ്ണുകൾ അടച്ച് ശ്വാസമെടുക്കുക. ചോദിക്കുക, ഇന്ന് ഞാൻ ഏത് ഊർജം വഹിക്കാൻ ആഗ്രഹിക്കുന്നു? ഒരു മനോഹരമായ ദിവസം നിങ്ങളുടെ തീരുമാനത്തോടെ തുടങ്ങട്ടെ. ഇനി രണ്ടാമത്തെ വഴിയാണ് എന്താണ് കഴിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണത്തേക്കാൾ ഉപരിയായി നിങ്ങൾ അകത്തേക്ക് എടുക്കുന്നതെല്ലാം നിങ്ങളുടെ വൈബ്രേഷനെ ബാധിക്കുന്നു. പൂർണ്ണമായിരിക്കുക എന്നതല്ല, മറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നതാണ് പ്രധാനം. ചില ഭക്ഷണങ്ങൾ, പാട്ടുകൾ, സംഭാഷണങ്ങൾ, വാർത്തകൾ ഇതെല്ലാം നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ എന്നിവ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അവ നിങ്ങളെ ഉയർത്തുകയാണോ അതോ തളർത്തുകയാണോ ചെയ്യുന്നത്? ഉയർന്ന വൈബ്രേഷൻ എന്നാൽ നിങ്ങളെ പോഷിപ്പിക്കുന്ന കാര്യങ്ങളുമായി യോജിക്കുക എന്നതാണ്. നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങളായിട്ടല്ല, നിങ്ങളുടെ ഊർജത്തെ പോഷിപ്പിക്കുന്ന ആളുകളുമായും ചുറ്റുപാടുകളുമായും വിവരങ്ങളുമായും ബന്ധപ്പെടുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ വഴി. അത് ഞാൻ ഒന്നും കൂടി സിമ്പിളാക്കി പറയാം. നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഭക്ഷണം, സംഗീതം, വാർത്ത, സോഷ്യൽ മീഡിയ ഇവയെല്ലാം നിങ്ങളുടെ വൈബ്രേഷനെ ബാധിക്കുന്നു. നിങ്ങളുടെ ഊർജത്തെ പോഷിപ്പിക്കുന്നവ തിരഞ്ഞെടുക്കുക എന്ന്.
ഇനി മൂന്നാമത്തെ വഴിയാണ് മൗനവും ബോധപൂർവമായ ശ്വാസമെടുക്കലും. ഈ ദൈനംദിന തിരക്കിനിടയിൽ കുറച്ച് നിമിഷങ്ങൾ നിർത്തി ശ്വാസമെടുക്കുക. 5 മിനിറ്റ് മൗനം. മണിക്കൂറുകളോളം തിരക്കിട്ട് നടക്കുന്നതിനേക്കാൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ ഇത് സഹായിക്കും. നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ഭൗതിക ശരീരത്തെ നിങ്ങളുടെ ആഴത്തിലുള്ള സൂക്ഷ്മ ഊർജവുമായി ബന്ധിപ്പിക്കുന്നു. ആഴത്തിൽ ശ്വാസം എടുക്കുക, സാവധാനം പുറത്തുവിടുക, വർത്തമാന നിമിഷത്തിലേക്ക് മടങ്ങി വരിക. അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും ശുദ്ധമായ വൈബ്രേഷൻ ഉള്ളത്. അപ്പോൾ മൂന്നാമത്തെ വഴിയാണിത്. അത് ഞാനിപ്പോൾ ഒന്നും കൂടി സിമ്പിളായിട്ട് പറയാം. മൗനവും ശ്വാസവും. ദിവസത്തിൻ്റെ തിരക്കിനിടയിൽ 5 മിനിറ്റ് മൗനമായിട്ട് ഇരിക്കുക. ശ്വാസം നിങ്ങളുടെ ശരീരവും ആത്മാവും തമ്മിലുള്ള പാലമാണ്. ശാന്തമായിട്ട് ശ്വസിക്കുക. ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരികെ വരിക. ഇനി 4ാമത്തെ വഴിയാണ് ഹൃദയത്തിൽ നിന്നും സത്യം സംസാരിക്കുക. വാക്കുകൾക്ക് വൈബ്രേഷൻ ഉണ്ട്. ഓരോ തവണ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഊർജം സൃഷ്ടിക്കുകയാണ്. പരാതി പറയുന്നത്, വിധിക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് ഒഴിവാക്കുക. അവ തെറ്റായതുകൊണ്ടല്ല, മറിച്ച് അവ നിങ്ങളുടെ ഫ്രീക്വൻസി കുറയ്ക്കുന്നത് കൊണ്ടാണ്. പകരം ദയയോടും സത്യസന്ധതയോടും ആധികാരികതയോടും സംസാരിക്കുക. നിങ്ങളുടെ വാക്കുകൾ സ്നേഹവും വ്യക്തതയും ലക്ഷ്യവും നിറഞ്ഞതാകട്ടെ. അപ്പോൾ 4ാമത്തെ വഴി ഞാൻ സിമ്പിളായിട്ട് പറയാം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കൂ എന്ന്. നിങ്ങളുടെ വാക്കുകൾ ഒരു മന്ത്രം പോലെയാണ്. സ്നേഹവും സത്യവും വ്യക്തതയും നിങ്ങളുടെ വാക്കുകളിൽ ഉണ്ടാകട്ടെ. പരാതി, നിന്ദിക്കുക ഇവ നിങ്ങളുടെ ഊർജത്തെ താഴ്ത്തും. ഇനി 5ാമത്തെ വഴിയാണ് ഉദ്ദേശത്തോടെ ചലിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ഊർജം ഒഴുകാൻ ചലനം ആവശ്യമാണ്. നൃത്തം ചെയ്യുക, ബോധപൂർവം നടക്കുക, യോഗ ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ ലളിതമായി ശരീരം സ്ട്രെച്ച് ചെയ്യുക എന്നിവയെല്ലാം നിങ്ങളുടെ ഊർജം ഒഴുകാൻ സഹായിക്കും. ശാരീരികമായ നിശ്ചലത വൈകാരികമായ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്നു. ചലനം നിങ്ങളുടെ ഊർജപരമായ ഔഷധമാണ്. അപ്പോൾ 5ാമത്തെ വഴി ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം. ചലനം, നൃത്തം, യോഗ, നടത്തം ഇവ നിങ്ങളുടെ ഊർജത്തെ ഒഴുക്കുന്നു. നിങ്ങളുടെ ശരീരം ചലിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം ഒഴുകുന്നു. ഇനി 6ാമത്തെ വഴിയാണ് കാരണമില്ലാതെ ഗ്രാറ്റിറ്റ്യൂഡ് പരിശീലിക്കുക. നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന വൈബ്രേഷനുകളിൽ ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുള്ളവനായിരിക്കാൻ വലിയ നേട്ടങ്ങൾക്കായി കാത്തിരിക്കേണ്ടതില്ല. നിങ്ങൾ ശ്വാസമെടുക്കുന്ന വായു, ദിവസത്തിൽ വരുന്ന വെളിച്ചം, നിങ്ങൾ സഞ്ചരിക്കുന്ന പാത, നിങ്ങൾ കഴിക്കുന്ന ആഹാരം എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ അഭിനന്ദിക്കുക. കൃതജ്ഞത നിങ്ങളുടെ ഊർജത്തെ മാറ്റുകയും യഥാർത്ഥ സമൃദ്ധിയിലേക്ക് നിങ്ങളെ തുറക്കുകയും ചെയ്യും. കൂടുതൽ നേടുന്നതിലല്ല, മറിച്ച് നിങ്ങൾക്കുള്ളത് കാണുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിലാണ് സമൃദ്ധി. അപ്പോൾ 6ാമത്തെ വഴി ഞാൻ ഒന്നുകൂടി പറയാം. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി ഒരു മാന്ത്രിക വൈബ്രേഷനാണ്. വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ശ്വാസത്തിന്, വെളിച്ചത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കുന്നു, നിങ്ങളുടെ ഊർജം ഉയരുന്നു. ഇനി 7ാമത്തെ വഴിയാണ് ആഴത്തിലുള്ള വിശ്രമം. ഉറക്കം ശാരീരികമായ വിശ്രമത്തിന് മാത്രമല്ല, വൈബ്രേഷണൽ പുനഃക്രമീകരണത്തിനും കൂടിയുള്ളതാണ്. നിങ്ങൾ അനുഭവിച്ച ഊർജങ്ങളെ വിശകലനം ചെയ്യാൻ നിങ്ങളുടെ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ്. നിങ്ങളുടെ ഉറക്ക ചക്രങ്ങളെ മാനിക്കുക. ശാന്തമായ ഉറക്ക ദിനചര്യകൾ ഉണ്ടാക്കുക. ഉറക്കത്തിന് മുൻപ് സ്ക്രീനുകളിൽ നിന്നോ ഏതെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നോ വിട്ടുനിൽക്കുക. ഇത് ശുദ്ധമായ ഊർജത്തോടെ നിങ്ങൾ ഉണരുന്നു എന്ന് ഉറപ്പാക്കുന്നു. അപ്പോൾ 7ാമത്തെ വഴി ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയാം. നല്ല ഉറക്കം, അതാണ് നിങ്ങളുടെ വൈബ്രേഷനെ പുനഃക്രമീകരിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീനുകളിൽ നിന്നും അകന്ന് ശാന്തമായ ഒരു ശീലം സൃഷ്ടിക്കുക. വൈബ്രേഷൻ ഉയർത്താനുള്ള 7 പ്രായോഗിക വഴികളെക്കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. 1ാമത്തെ വഴി ഉദ്ദേശത്തോടെ ഉണരുക. 2ാമത്തേത് എന്താണ് കഴിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. 3ാമത്തേത് മൗനവും ബോധപൂർവമായ ശ്വാസമെടുക്കലും. 4ാമത്തേത് ഹൃദയത്തിൽ നിന്നും സത്യം സംസാരിക്കുക. 5ാമത്തേത് ഉദ്ദേശത്തോടെ ചലിക്കുക. 6ാമത്തേത് കാരണമില്ലാതെ കൃതജ്ഞത പരിശീലിക്കുക. 7ാമത്തേത് ആഴത്തിൽ വിശ്രമിക്കുക.
ഇത് കേവലം ഒരു സിദ്ധാന്തമല്ല, ഇത് ജീവിച്ച് കാണിക്കേണ്ട ഒരു പ്രായോഗിക കാര്യമാണ്. ലോകം ശബ്ദമുഖരിതമാകുമ്പോൾ ശാന്തമായിട്ടിരിക്കുക. നിങ്ങളുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കുക. ചുറ്റുമുള്ള എല്ലാം തകർന്നു വീഴുകയാണെന്ന് തോന്നുമ്പോൾ പോലും പ്രകാശത്തെ തിരഞ്ഞെടുക്കുന്നത് തുടരുക. അതാണ് അചഞ്ചലമായ വൈബ്രേഷൻ. അതാണ് ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കാത്ത ഊർജം. അതാണ് നിങ്ങളുടെ ജീവിതത്തിനെ യജമാനനാക്കുന്ന ആന്തരിക ശക്തി. നിങ്ങൾ ആ ഊർജം യാഥാർത്ഥ്യത്തിൽ നിലനിർത്തുമ്പോൾ അവിശ്വസനീയമായ ഒന്ന് സംഭവിക്കുന്നു. നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളുടെ ആന്തരികാവസ്ഥയെ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ചുറ്റുപാട് മാറുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. അവസരങ്ങൾ ഒത്തുചേരാൻ തുടങ്ങുന്നു. നിങ്ങൾ അവയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ അവയുമായി യോജിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ലളിതമായി പറയുകയാണെങ്കിൽ, ലോകത്തിന് കൂടുതൽ വിവരങ്ങളല്ല വേണ്ടത്, മറിച്ച് അവരുടെ ആത്മാവിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന കൂടുതൽ ആളുകളെയാണ് വേണ്ടത്. സ്നേഹത്തോടും സത്യത്തോടും അവബോധത്തോടും കൂടി തങ്ങളുടെ ശക്തി ഓർക്കാനും ഉപയോഗിക്കാനും തയ്യാറായ നിങ്ങളെപ്പോലെയുള്ള ആളുകളെയാണ് വേണ്ടത്. ഈ സന്ദേശം നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അത് കേവലം കേട്ട് തള്ളിക്കളയരുത്, പ്രാവർത്തികമാക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഊർജം, ആത്മീയത, വ്യക്തിപരമായ പരിവർത്തനം എന്നിവയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയണമെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്